കാസർഗോഡിന്റെ വടക്കൻ മേഖലകളിലും കർണാടക അതിർത്തി ഗ്രാമങ്ങളിലും കെട്ടിയാടുന്ന തെയ്യക്കോലമാണ് മൂകാംബിക ഗുളികൻ. മൂകാംബിക ദേവിയുടെ പ്രതീകമായി കണക്കാക്കുന്ന തെയ്യക്കോലം അപൂർവമിടങ്ങളിൽ മാത്രമേ കാണാൻ കഴിയൂ. മൂകാംബിക ദേവിയുടെ അസുരനിഗ്രഹമാണ് തെയ്യത്തിന് പിന്നിലെ ഐതിഹ്യം. മൂകാംബിക എന്ന് പറഞ്ഞത് കൊല്ലൂർ ദേവി അവതാരമുണ്ട്. 7ാമത്തെ അവതാരത്തിൽ കുളിയനായത്. അങ്ങനെ മറ്റേ മുക്കാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടെ കുടജാതിരിൽ ഇതുണ്ടല്ലോ, ശൂലം താത്തുകൊണ്ട്, അതുകൊണ്ട് മുക്കാസുരനെ കൊന്നിട്ട് മൂകാംബികുളിയനായത് ദേവി. അതുകൊണ്ട് നാനാ ഭക്തന്മാർക്ക് ആരാരെ പൂജിക്കുന്നതെന്ന് അവിടെ വന്ന് ദേവി എന്ന് വരം കൊടുത്തു. നീ ഞാൻ കുളിയനായിട്ട് വരുന്നുണ്ട്, നിന്നെ പൂജിക്കുന്ന ഭക്തന്മാർക്ക് നീ ഒരു ഗുണമായിട്ട് നിന്നു. അതെ. അപ്പോൾ നല്ലത് കുറച്ചാൾ നല്ലതിന് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണമെന്ന് അറിഞ്ഞിട്ട് അത് എല്ലാ സമുദായക്കാർക്കില്ല, തുളുത്തിയർക്കും നമുക്കും. ചുവപ്പും കറുപ്പും വെളുപ്പും കലർന്ന മുഖത്തെഴുത്ത് പൂർത്തിയാക്കിയാൽ കുരുത്തോലുകൾ കൊണ്ട് തീർത്ത ആടയാഭരണങ്ങൾ അണിയും. മുറുകുന്ന ചെണ്ടയുടെ താളത്തിനിടയിലൂടെ രൗദ്രഭാവം പൂണ്ടുള്ള അഗ്നിപ്രവേശനമാണ് പ്രധാന ചടങ്ങ്. കവുങ്ങിൻ തടി ചീന്തിയൊരുക്കി 15 മീറ്ററിലധികം നീളത്തിൽ ചേർത്ത് കെട്ടിയൊരുക്കിയാണ് അഗ്നിയൊരുക്കുന്നത്. ഇത് കത്തിത്തീരുന്നത് വരെ അഗ്നിപ്രവേശം തുടരും. കാറടുക്ക കോളിയടുക്കം ദേവസ്ഥാനത്ത് 3 വർഷത്തിലൊരിക്കൽ കെട്ടിയാടുന്ന തെയ്യം കാണാൻ കർണാടകയിൽ നിന്നുൾപ്പെടെ നിരവധി പേരെത്തി. കൈരളി ന്യൂസ്, കാസർഗോഡ്.